അല്ല എനക്കറിയോ അതാ മുന്നിൽ പോന്ന നോക്ക് അല്ല എനക്കറിയോ ഓനെ കണ്ടാ എനിക്കറിയാ. പോട്ടെ മുന്നോട്ടെ. അല്ലല്ല ഇതല്ല. അയ്യോ സോറി ബ്രോ. ഫോം വിളി നീ ബാക്കിൽ ടീടുമ്പോ അറിയില്ല. വാ ഒന്ന് ഫോം വിളിച്ചേ. നീ ഫോം വിളിച്ചേ. ഇല്ലില്ല വാ ഇതാ പിങ് കാണുന്നില്ലേ? അല്ലല്ല അകത്തോണ്ട് കാര്യമില്ല. അല്ലല്ല ഇതാണ് ഇതല്ല. ആ പറ. ഇവനെ മറ്റവനെ ലിഫ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോയിട്ട് അല്ലല്ല ബ്രോ അല്ലല്ല അതാരാ ബ്രോയുടെ പേരെന്താ? എന്ത് ഒസ്താനിക്ക് കോനയാ? അവന്റെ പേരെന്താ? പിന്നെ നീ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് ഇതൊരു സമാറ്റിക്കാതെ പറഞ്ഞല്ലേ ഒസ്താനിക്ക് പോയ എന്ത് നീ ഏതാ നിന്നോട് ചോദിച്ചു ഉമ്മാരടുത്താണെങ്കിൽ പണ്ടത്തെ ഒരു കടം തീർക്കാനുണ്ട്. ഉമ്മാരാണ് പണ്ട് തന്നെ ഹോസ്റ്റേജ് എടുത്ത് ഉമ്മാർ ഗ്യാങ് ഹൗസിൽ കൊണ്ടുപോയത്. ഇതിലൊരു ഒറ്റ കാര്യമുള്ളൂ. ഇന്ന് രാത്രി നമുക്ക് എസ്പെറ്റിന്റെ സിറ്റുവേഷൻ ഉണ്ട്. അത് കഴിയുമ്പോത്തിന് എന്തായാലും ഒരു മണിയൊക്കെ ആവും. അപ്പൊ അതിന്റെ അടി കൂടി EVX കൂടി ആയാ ഇന്ന് 2 വാറ അടിക്കേണ്ടി വരും. മനസ്സിലായോ? പിന്നെ വെയിറ്റ് ആക്കുക. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ 2 മണി സമയത്ത് പ്രാക്ടീസ് ചെയ്ത് നാളെ രാത്രി ടർഫിനുള്ള പ്രാക്ടീസ് ഇന്ന് ഇരിക്കണം എന്നാ പറഞ്ഞത്. പ്ലസ് എല്ലാവരും അത് ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചാറുണ്ട്. അപ്പൊ അതിന് ആളെ റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി പ്രാക്ടീസിന് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം മൾട്ടിപ്പിൾ സിറ്റുവേഷൻസ് എടുത്തുകൊണ്ട് നമുക്ക് ലാഗ് ആവോ എന്നുള്ളൊരു ഇതുകൊണ്ടാണ്. അല്ലാതെ അല്ലാതെ ഇവന്മാരൊക്കെ പൊറുക്കെടുത്ത് അടിക്കാൻ നമുക്ക്. അല്ലല്ല ഗ്യാങ്ങെന്നല്ലോ ഗ്യാങ്ങാന്ന് പറട്ടെ. ഓനല്ലേ? ആ അതന്നെ പറഞ്ഞിട്ടില്ല. നിനക്കറിയോ? ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് കൊണച്ചെന്ന് പറഞ്ഞിട്ട് ഗ്യാങ്ങിനെ വിളിച്ചു വന്ന എന്ത് ചെയ്യൂ? ഇനിയിപ്പോ ഓൾറെഡി കൊണച്ചു കഴിഞ്ഞ് ഓസ്കാരിന്നല്ലോ പറഞ്ഞേ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരാളെ മിക്കവാറും ലൊക്ക് കഴിക്കോ മിക്കവാറും. ഞാൻ ഒരു കാര്യം പറയട്ടെ. നീ ബാക്കിയുള്ളവരോട് വരാൻ പറ. ഫ്ലഫിനോട് എല്ലാവരോടും വരാൻ പറ. ചേഞ്ചസ് ഒന്നും ഇല്ലട്ടോ. ഒറ്റ മൈൻഡാണ്. ഉമാര് വെറും ഫുള്ളാളാണ്. ഒറ്റ മൈൻഡേ ഉള്ളൂ ഉമാർക്ക്. ഉമാരൊന്നും നമ്മളെ മുമ്പിൽ ഒന്നും അല്ല. പോവുക അടിക്കുക വരിക അത്രേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനൊരു ഡബിൾ മൈൻഡിൽ ഞാൻ അടിക്കണ വേണ്ട ചോദ്യം വരില്ലേ? എല്ലാവരോടും കേറാൻ പറ. എന്റെ രോമം മുന്തിക്കുന്നേടാ. വണ്ടി എടുത്തേക്ക് വണ്ടി കയറിക്കട്ടെ. ഇറങ്ങിയിട്ടുണ്ട് EVXന്റെ മെസ്സി ഗോട്ട് ഇറങ്ങി. എന്നിട്ട് നൈസ് ഒരു ഫയറിംഗ് ആണ് ഇവിടെ ചെയ്യുന്നത്. എടാ മോഡറേറ്റേഴ്സ് ആരെങ്കിലും ലിങ്ക് ഒന്ന് പിങ് ചെയ്ത് വെച്ച് കൊടുക്കടാ പ്ലീസ്. ഓ ഇവിടെ ക്ലോസ് റേഞ്ച് ഫൈറ്റ് ആയിട്ടുണ്ട്.
ഇവിടെ നോക്കുവാണെങ്കിൽ EVX 1 ഷൂട്ട് ചെയ്യുന്നുണ്ട്. ദ ഗോട്ടിന് നല്ല രീതിയിൽ ടാഗ് ആവുന്നുണ്ട്. ദ ഗോഡ് ഡെഡ് ആയിട്ടുണ്ട്. ഐ ആം ബാറ്റ്മാൻ ദ ഗോഡിനെ ഡൗൺ ആക്കിയിരിക്കുന്നു. അവിടെ MRCയുടെ ഒരു കൂട്ടം ആൾക്കാരാണ് ആ ജി മലയുടെ ടോപ്പിലായിട്ടുള്ളത്. ഇതിന് റിഡ്ജിൻ്റെ സൈഡിൽ നിന്ന് കയറി വരുന്ന EVX നമ്മൾ നോക്കുകയാണെങ്കിൽ EVX ഗോട്ട് ഒരു ഫ്ലാങ്ക് വരാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും അത് പിറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്ട്രെയിറ്റ് 2 സൈഡിൽ നിന്നും കൂടെയാണ് EVX പുഷ് ചെയ്ത് കയറുന്നത്. ലാമിൻ അമാൽ കയറുന്നുണ്ട്. CK മാരിക്ക് നല്ല രീതിയിലൊരു അടി കിട്ടുന്നുണ്ട്. ഇവിടെ നോക്കുന്ന അംബാൻ പ്രോവൻ അടി കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ. EVX ലിബിൻ എലിമേലി XT47 പ്ലെയർ ഇവിടെ കയറി വരുന്നു. ജിൻ സക്കായ് ബുൾ MRC ബുൾ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ജിൻ സക്കായ് ഒരു പിക്ക് എടുത്ത് സെൻഡെക്സിൻ്റെ ഒരു പിക്ക് വരുന്നുണ്ട്. EVX ഇവിടെ നല്ലൊരു ഫ്ലാങ്ക് ആണ് വരുന്നതായിട്ട് കാണുന്നത്. പ്രണോസോടെ നല്ല രീതിയിൽ ടാഗ് വന്നു. ലിബിൻ എരുമേലി CK മാരി എടുത്തു. റാംബോ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. അവിടെ സാംസ് ലേക്ക് പപ്പടം ഒരു പിക്ക് എടുത്തിരിക്കുന്നു. കട്ടണ ഡെൽ ഒരു പിക്ക്. അലക്സ് ഷേക്കിൻ്റെ ഒരു പിക്ക് വരുന്നുണ്ട്. ബുള്ളോപ്പിയുടെ മറ്റൊരു പിക്ക്. ഷിബു ഇവിടെ നല്ല രീതിയിൽ ടാഗ് അടിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. ബുള്ളോപ്പിക്ക് ഷിബുവും ലാമിനമാലും എല്ലാം ട്രൈ ചെയ്യുന്നുണ്ട്. ജോഷുവ അവിടെ കത്തിപ്പോയിരിക്കുന്നു. കരിമീൻ ഗോഡ് ഒരു പിക്ക് എടുത്ത്. ജിൻ സക്കായുടെ ഒരു പിക്ക് വരുന്നുണ്ട്. EVX മെസ്സി ഗോട്ടിൻ്റെ ഒരു പിക്ക് വരുന്നുണ്ട്. മെസ് ഗോട്ട് എവിടെയാണ് അടിച്ചെന്ന് കണ്ടില്ല. സെൻഡെക്സിൻ്റെ ഒരു പിക്ക് വരുന്നുണ്ട്. സൈ മാലിക്കിൻ്റെ ഒരു പിക്ക്. EVX അസൻ ബ്രെനോയുടെ ഒരു പിക്ക് വരുന്നുണ്ട്. സൈ മാലിക്കിൻ്റെ ഒരു പിക്ക്. ജെൻസാക്കയുടെ മറ്റൊരു പിക്ക്. സൈ മാലിക്കിൻ്റെ മറ്റൊരു പിക്കും കൂടെ വരുന്നുണ്ട്. ലോങ്ങിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഐ തിങ്ക് EVXൽ ഒരു പ്ലെയർ ഒസ്കാരി ഇവിടെ ഉണ്ട്. സെലൻസ്കിക്ക് നല്ല രീതിയിൽ ടാഗ് ആവുന്നുണ്ട്. സെലൻസ്കി ആൻഡ് ബുള്ളോപ്പി 1v1 ആണ്. ബുള്ളോപ്പി എടുത്ത് സെലൻസ്കി നൈസ് ഒരു ഫൈറ്റാണ്. സെലൻസ്കിയെ ഫിസ്റ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് എല്ലാവരും. ബട്ട് സ്റ്റിൽ EVXൽ ഒരു പ്ലെയർ അവിടെ റിമൈനിങ് ആണെന്നുള്ളത് ഇവർ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. EVXലെ ഒസ്കാരി അവിടെ റിമൈനിങ് ആയിട്ടുണ്ട്. ഒസ്കാരി ലോങ് ചെയ്യുന്ന ഫൈറ്റ് ചെയ്യുന്ന ഫ്ലഫി അടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. മാധവനുണ്ണി കയറി പോകുന്നുണ്ട് അടിക്കാൻ വേണ്ടി. ഒസ്കാരിയെ എല്ലാവരും കൂടെ ടാഗ് ചെയ്യുന്നുണ്ട്. നോക്കിയ W ആ പിക്ക് എടുത്തിരിക്കുന്നു. മാധവനുണ്ണി ആ പിക്ക് എടുത്തിരിക്കുന്നു. ലാസ്റ്റ് മാനെ ഇവിടെ ഫിസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നീ ഇല്ലെങ്കിൽ കൊണയല്ല ഈ കൊണയൊന്നും അല്ലല്ലോടാ നീ. നീ ഒരു പാട്ട് പാടിയാണടാ. നീ മുമ്പ് റാംബോനെ കൊണ്ടുപോയപ്പോ നീയൊക്കെ പാട്ടല്ലേ പഠിപ്പിച്ചിരുന്നത്. അറിയാവൂലെന്നൊന്നും പറയാൻ പറ്റൂല. മനസ്സിലായോ? അതേ പാട്ട് നീ ഇവിടെ നിന്ന് പാടിയിട്ട് ബാങ് 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 ഈ പാട്ട് ഞാൻ പാടി തന്നെ ആ പാട്ടൊന്ന് പാടിയല്ല. കണ്ണാലെ പാത്താലെ ബാങ് 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 അങ്ങനെ പാട്. നല്ല രാജുബായി അർജുനമാണ് രാജുബായിക്കൊക്കെ. അർജുനൻ എന്താ അമ്പിടാൻ പോയാലോ? കണ്ടേ. അയ്യോ മാരി എന്തേടാ മാരി ഇറങ്ങിയ. ഇഷ്ടപ്പെട്ട പാട്ടൊന്നും പാടിയേ എല്ലാരും ലൈക്ക് ആക്ക്. റാഷ്ഫോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനെ പേര്? ചൊറിച്ചിട്ടുണ്ടോ? മാക്സിമം ലൈക്ക് ആക്ക്. എങ്ങനെ റാഷസ് ഉണ്ടോ? ഹലോ ഇഷ്ടം കുറുപ്പേ അതെ ഇത് നിനക്കുള്ളതാ മേലെ വന്ന കണ്ട അത് നിനക്കുള്ളതാ. ബ്രോ നിങ്ങൾക്ക് നിങ്ങൾ ഹോസ്റ്റേജനം ആണെന്നുണ്ടെങ്കിൽ നിന്റെ ലീഡർ എടുത്ത് വരാം. ഒരു സെക്കൻഡറാ ഞാൻ മുണ്ടുന്നില്ല. വെയിറ്റ് ആക്ക് സീനാവും.
ഞാൻ മുണ്ടി എവിടെ കേക്കും നിങ്ങള് ചാറ്റ് ഇട് നമ്മളെ ഏകോപത്തിൽ നമ്മൾ തോന്നുമ്പോ ോട് കൂടി 2 ഗാങ്ങിനോട് പറയുന്നത് 1 മിനിറ്റ് നല്ല രസമുണ്ടല്ലേ സംഭവം നല്ല രസമുണ്ടല്ലേ നല്ല രസമുണ്ട് കാണാൻ നല്ല രസമുണ്ട് ഇൻഗെയിം ഓഫ് ആവുന്നില്ല ചെങ്ങായി ആ അത് ശരിയാണല്ലോ ലീഡർ വരാതെ ഇവനെ വിടൂല ഇപ്പൊ തെറ്റായില്ലേ അത് ഞാൻ ഓണാക്കിയോട്ടെ കണ്ടോ മൈക്ക് ഓൺ ആക്കുമ്പോഴേ ഓട്ടോമാറ്റിക് വരുന്നുണ്ട് മൈക്ക് ഓഫ് ആക്കി കളിക്കാം ഇവര് സംസാരിച്ചോട്ടെ ഞാൻ എന്തായാലും സംസാരിക്കാനൊന്നും പോകുന്നില്ലല്ലോ പിന്നെന്താ ഇവിടെ കടക്കാം എല്ലാം കാണാം ഇപ്പൊ കേക്കാലോ ഞാൻ കമന്ററി അറിയാം കൂടെ പോണ്ട കണ്ടി ലീഡർ നമുക്ക് വൈകുന്നേരം അടിക്കാം. നീ ഒരു കാര്യം ചെയ്യും, നീ അവന്മാരുടെ അടുത്ത് അവന്റെ അടുത്ത് പോയിട്ട് അവന്റെ ഗ്യാങ്ങിലുള്ള ബാക്കിയുള്ളവന്മാരെ വിളിച്ച് എല്ലാരും നിരത്തി പിടിച്ച് ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു സോറി ഷെയ്ക്ക് വാട്ട് അബൌട്ട് ഷെയ്ക്ക് നല്ലൊരു മനുഷ്യനാണ് ഷെയ്ക്ക് പാവം ചങ്ങായി. നീ നിന്റെ ഗ്യാങ് ഹൗസിൽ നിന്ന് ഒരു 3 പേരും കൂടെ വിളിച്ചിട്ടോ. അപ്പോ ആള് ഗ്യാങ്ങിന് വേണ്ടി അത്രത്തോളം നിക്കുന്നുണ്ടാ. നമ്മള് പുറത്തുനിന്ന് പുറത്തൊരു ഗ്യാങ് കാണുമ്പോ നമുക്ക് തോന്നൂല ആള് ജസ്റ്റ് ലൈവ് ഇടുന്ന് അങ്ങനെ വരുന്നു പോകുന്നു അങ്ങനത്തെ ഒരു തോന്നും. പക്ഷെ ആള് ഫുൾ ടൈം ഉണ്ട്, മനസ്സിലായ പ്ലേയേഴ്സിന്റെ കൂടെ ഫുൾ ടൈം ഇരിക്കുന്നുണ്ട്. ഫുൾ ടൈം ആള് ഇതിനു വേണ്ടി ഇരിക്കുന്നുണ്ട്. ആളെ ഫുൾ ടൈമും മാറ്റി വെച്ചിട്ട് ആളും ഇരിക്കുന്നുണ്ട്. റാംബോയും ഉണ്ട് ഫുൾ ടൈം ഈസിയിൽ. ഇപ്പൊ ഞാൻ കണ്ടത് നിന്റെ അടുത്ത് പറയണ നീ കേട്ടോ. ഇപ്പൊ വിളിച്ചോണ്ട് വാടാ. നിനക്ക് സൗകര്യമില്ല ബ്രോ. നിനക്ക് ഹോസ്റ്റേനെ വേണമെങ്കിൽ ഇപ്പൊ വിളിച്ചോണ്ട് വാടാ. ന്യൂ റൂൾ വന്ന് എന്ത് അത്രേ ഉള്ളൂ. അളിയാ ചാവല് ചത്ത് കഴിഞ്ഞാ നമുക്ക് ആരെ ഉണ്ട്. ഞാൻ മഞ്ചേരി തന്നെ ഒത്ത നടുക്ക്. എടാ ഒന്നും ഉണ്ടായിട്ടല്ലടാ മുത്തേ. നിന്റെ ഒറ്റക്ക് ഏൽപ്പിക്കാൻ നമുക്ക് കുറച്ച് വിശ്വാസ കുറവ്. അതാ പുതിയ മുട്ടിയൊക്കെ വന്നല്ലേ. ഇവനെ കൊണ്ട് കൊളത്തിയിട്ടിട്ട് പുതിയ മീനെ കിട്ടിയെന്ന് പറഞ്ഞ അവിടെ കൊണ്ടിടും. മൈക്ക് എനേബിൾ ആക്കിയിട്ട് റേഡിയോ സംസാരിച്ച അപ്പൊ മൈക്ക റേഡിയോ രാത്രി തീർക്കാം. ബിജിഎം ഇട്ടോ മാസ് ബിജിഎം ഇട്ടോ നാല് സൈഡ് അടുത്തൊരു കൊണ കേക്കാം അപ്പൊ കേട്ടോ. അതെ ഹാപ്പി പപ്പു എക്സ് നോക്കിയ PDRP നമ്മള് നോക്കാം ഇൻഷാല്ലാ നോക്കാം. ഈ സിറ്റുവേഷൻ ഒന്ന് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. PO ഒക്കെ എന്തായാലും കഴിയുന്നില്ലല്ലോ. കുറെ നേരം കുറെ ആൾക്കാരെ പോസ്റ്റ് ആക്കുന്നു. ബ്രദർ പെൻഡ്രോ ഹലോ ബെൻഡ്രോ ഉണ്ടോ ഇവിടെ? ബെൻഡ്രോയാ കൊളത്തി വീണത് പറ. എരുമേലി കൊണല്ലേ കൊണക്കുന്നേ കൊണ റാമ്പോ നിന്റെ ലീഡർ നിന്റെ ഗ്യാങ് പോയി വിളിച്ചോ. ഞാൻ പറയും നീ കേൾക്കും. അത് കേട്ട് ഹോസ്റ്റേനെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ നീ കൊണ്ടുപോ. ഇല്ലെങ്കിൽ നീ പോയി വെള്ളത്തിൽ കിടന്നിട്ട് ഞാൻ എടാ നീ ഒരു കാര്യം ചെയ്യ്.
EVX-ലെ മൊണ്ണയായ ഞങ്ങൾ MRCയോട് സോറി ചോദിക്കുന്നു. ഒരു 15 പ്രാവശ്യം പറഞ്ഞാണ്. നിങ്ങൾ 4 ആളും. നീ എന്തിനാ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതേപോലെ കുണച്ചിട്ടില്ല. മൊണ്ണയായ ഞങ്ങൾ MRCയോട് സോറി ചോദിക്കും. 1 EVX എന്ന നമ്മൾ പൈസ വല്ലതും വേണം. EVX-ലെ മൊണ്ണയായ നമ്മൾ നീ അത് നിന്നെ തിരിച്ചറി. നീ ഒരു മൊണ്ണയാണ്, അങ്ങനെ തിരിച്ചറി. നീ എന്നെ മാറിയിക്കാനാ മോനെ യജാതി ഓ ബായ് പൂട്ടി. ഓ ഇവിക്സിൽ ചെങ്ങായി ബായ് പൂട്ടി. അവന്റെ താളം പറഞ്ഞങ്ങോട്ട് കേട്ടാ വമ്പ ഫയർ, ഒരേ ഫയർ മോനെ, ചെറിയ ഫയർ അല്ല. മറന്നുപോയാ പാടിക്കോ, ബാക്കി പാടിക്കോ. മൊണ്ണയായ EVX ഞങ്ങൾ EVX കണ്ടികളാണ്. മൊണ്ണയായ ഞങ്ങൾ EVS കണ്ടികളാണ്. ഞങ്ങൾ മൊണ്ണകളാണ്. അല്ലെ ഫുള്ളെന്ന് നിനക്ക് പറഞ്ഞു തരണ നീ പറ. EVX-ലെ മൊണ്ണയാ ഞങ്ങൾ MRCയോട് സോറി ചോദിക്കുന്നു. അങ്ങനെ 15 വട്ടം. അല്ല ബ്രോ പറയുന്ന പോലെ തന്നെ. ബ്രോ അല്ലേ കിടലോ നിന്റെ കണ്ണി അറിഞ്ഞൂടെ? നോക്കിയാ പെയ്ഡ്. EVX-ലെ മൊണ്ണയായ MRCയോട് സോറി ചോദിക്കുന്നു. ഓക്കെ, EVX-ലെ മൊണ്ണകളായ ഞങ്ങൾ MRCയോട് സോറി ചോദിക്കുന്നു. ഫേസ് ക്യാം ഫേസ് ചേഞ്ച് ആക്ക്. ആ ചേഞ്ച് ആക്ക, ചേഞ്ച് ആക്ക. പക്ക ചോറൊക്കെ വേണം ഇതിനിടയില്. ഞാൻ കൊടുക്കാം. ചോറില്ല, ഞാൻ നിനക്കൊരു ബിരിയാണി തന്നിട്ടുണ്ട്, ഒരു ബിരിയാണി തന്നിട്ടുണ്ട്, അത് വെച്ചോ. എരുമേലിയാ വെക്കുന്നു. എനിക്ക് മുണ്ടണമെന്നുണ്ട്, പക്ഷെ മൈക്കില്ലല്ലോ. മൈക്ക് ഓണാക്കിയാ എല്ലാരും കേക്കും. മുണ്ടാവുമ്പത് വെയിറ്റ് ആക്കും. എരുമേലി വെയിറ്റ് ആക്കെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ ഒന്ന് ഓണാക്കിട്ട് പോവാ. അത് ഓർത്തെടുത്തിട്ട് പോയാ ഹലോ ഹലോ ഡിങ് 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 ഡിങ്. ഹലോ കേട്ടാ, അല്ലെങ്കിലേ സംസാരിക്കാൻ സ്വന്തമായിട്ട് പറഞ്ഞ 15 ദിവസം പറയട്ടെ. എടാ ഞാൻ കൊണക്കത്തൊന്നുമില്ല, എനിക്ക് കൊണക്കാനൊന്നും ആവില്ല. നമ്മള് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ പതുക്കെ. കുറയും കേട്ടാ. നീ ഇപ്പൊ 2 എണ്ണം പറഞ്ഞു തെറ്റിച്ചാ വീണ്ടും ഒന്നാവും. എടാ നിങ്ങൾ ആലോചിച്ച് നോക്കറാ, ഈ സൗണ്ട് ബാസിൽ സംസാരിക്കുന്ന ഞാൻ എന്റെ ഇടയിൽ പോയിട്ട് ഇതേമാതിരി മൈക്ക് ബായിൽ കടിച്ചു പിടിച്ച് ഇങ്ങനെ പറയാ നല്ല രസം ഉണ്ടാവും. മറ്റേ ഞാൻ പൊട്ടനാകുന്നല്ലാതെ. നോക്കടാ സത്യം എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ആ ഷെറ് കൊണക്ക് ഷെറാട്ടി കൊട്ടില്ല. ഒന്ന് കൊണക്കാൻ കേട്ടോ. നമ്മുടെ മലപ്പുറം നോക്കിയറിയില്ലേ മാതൃ. MRCയോട് സോറി ചോദിക്കുന്നു. എൻജോയ് ചെയ്തിട്ടാ മാരി. താങ്ക് യു ഫോർ 40 റുപ്പീസ്. സൽമാൻ പ്രാവശ്യം എത്തിക്കത്തോളൂ. എല്ലാരും ലൈക്ക് ആക്കറാ. കാണുന്നവരൊക്കെ ലൈക്ക് ആക്കിയാ നോക്കട്ടെ. ടർബോനെ നേരിക്കത്തെ പേര് ചാറ്റിലുണ്ട്. ടർബോനോട് ചോദിക്ക്. പാവച്ചങ്ങനെ കത്തിച്ചറ നിർത്തി കത്തിച്ച് കത്തിപ്പോയിട്ടല്ലേ നീ.
സസ്പെൻഷൻ കിട്ടും. തിരിച്ചോ